എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ CPM-ന്റെ പ്രതിനിധി, അതിനേക്കാൾ ഉപരി സർക്കാരിന്റെ ഭാഗമായ പാർട്ടിയുടെ പ്രതിനിധി, സർക്കാരിന്റെ പ്രതിനിധി എന്ന് തന്നെ വിളിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം റൊമാന്റിസൈസ് ചെയ്യുകയാണ്, കാൽപ്പനികവൽക്കരിക്കുകയാണ്. കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇത് കരളുറപ്പുള്ള കേരളം, പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും, മനോഹരമായിരിക്കും, പ്രളയകാലം വന്നു, നമ്മളെല്ലാവരും നേരിട്ടില്ലേ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത് അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ. കോവിഡ് വന്നു, നമ്മളെല്ലാവരും നേരിട്ടില്ലേ. അങ്ങനെ ഇതിനെ റൊമാന്റിസൈസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നു ഇനി ഒരു പ്രളയം വരട്ടെ, നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടും എന്നൊക്കെ പറയുന്നത് ഇല്ല. ഏതൊരു വിശേഷാവസരം വന്നു കഴിഞ്ഞാലും 3 മതസ്ഥരെയും കൂടെ ചേർത്ത് നിർത്തി ഫോട്ടോ ഇടുന്ന അത്തരത്തിലുള്ള ആ കാൽപ്പനിക ഫോട്ടോഗ്രാഫർമാരെക്കാൾ റൊമാന്റിസൈസ്ഡ് ആണ് കേരളത്തിന്റെ ഗവൺമെന്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിനകത്ത് ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ശ്രീ അനൂപ് ഞാൻ ഇന്നത്തെ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്നതിന്റെ എത്രയോ മടങ്ങിരട്ടി നമുക്ക് പറയുവാൻ കഴിയും. കേരളത്തിന് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. ആ പ്രതിപക്ഷത്തിന് ശബ്ദമാകുവാൻ കഴിയുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അല്ലേ ഈ വിഷയം രൂപപ്പെട്ടതിന് ശേഷം ഇത്രയും മാതൃകാപരമായ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വരികയാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു പിണറായി വിജയൻ എന്തോ നിലപാട് പറഞ്ഞു. ഞാനും ആ പത്രസമ്മേളനം കണ്ടതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ പാർട്ടി സെക്രട്ടറിക്ക്, പഴയ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് നിലപാട് പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് നിലപാട് പറഞ്ഞ് കയ്യടി വാങ്ങി പോകേണ്ടുന്ന ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോ താങ്കൾ പറയുന്ന പോലെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയാൽ പ്രതിവിധിയാകുമോ? ആകില്ല. അന്ന് ശബരിമല കാലഘട്ടത്തിൽ കേരളത്തിലെ മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ രൂപപ്പെട്ട ആ മാനസികമായ അനൈക്യം, ആ അനൈക്യത്തെ പരിഹരിക്കുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സർക്കാർ കഴിഞ്ഞ ഈ ശബരിമല കാലഘട്ടത്തിൽ വിശ്വാസികളുടെ മനസ്സിലേൽപ്പിച്ച മുറിവിനെ ഉണക്കുവാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞോ? ഇല്ല. പ്രസ്താവനകളല്ല ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്നുള്ള പ്രവൃത്തികളാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കി, മുറിവേൽക്കുന്നത് മുഴുവൻ മലയാളത്തിന്റെ മതേതര മണ്ണിനാണ്. ഇസ്രായേലും പലസ്തീനും പരസ്പരം ബോംബ് വർഷിക്കുന്നു, പരിക്ക് പറ്റുന്നത് മുറിവേൽക്കുന്നത് മൊത്തം കേരളത്തിന്റെ മതേതര മണ്ണിനാണ്. ഇതൊക്കെ നമുക്ക് കാണാതെ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ? ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കണമെന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഇന്ന് ശ്രീ VD സതീശൻ മാതൃകാപരമായ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടതാണ്, പ്രതിപക്ഷത്തിന്റെ നിലപാടതാണ്. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നമുക്ക് എല്ലാ വിഷയങ്ങളിലും നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെയോ ഏതെങ്കിലും ഒരു ശരിയുടെയോ ഒപ്പം നിൽക്കുന്നത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം മഹാത്മാഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനൊപ്പം നിൽക്കാമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ഈ വർഗീയത എന്ന് പറയുന്നത് ഒരു അർബുദമാണ്, അതൊരു വെടിമരുന്നാണ്, ഒന്ന് പാകിയാൽ ആളെ കത്തുന്ന വെടിമരുന്ന്. അപ്പൊ ആ സമയത്ത് ഗാന്ധി ചെയ്തത് ഒരു പക്ഷം പിടിക്കലല്ല, രണ്ടുപേരെയും ചേർത്ത് നിർക്കലാണ്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കത്തോലിക്ക സഭ പ്രത്യേകമായും ക്രിസ്ത്യൻ സമൂഹം ഭാഗികമായും അവർ ചില ആശങ്കകൾ പറയുന്നു. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് കേരളത്തിന്റെ സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ രണ്ട് കൂട്ടരെയും കൂടെ വിളിച്ചിരുത്തുക, അല്ലാതെ വൈകുന്നേരം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞാൽ ഈ വിഷയത്തിന് പരിഹാരമായി നമുക്ക് എഴുതുവാൻ കഴിയുമോ? ഇല്ല. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ അവർ ഉന്നയിക്കുന്ന പരാതികളും ആവലാതികളും എല്ലാം അവർ തന്നെ ഇപ്പൊ CPM-നെ പോലെ സ്വന്തമായി അന്വേഷണ സംഘമുള്ള സംവിധാനമൊന്നുമല്ല കത്തോലിക്ക സഭയോ കേരളത്തിലെ മുസ്ലിം സമൂഹവും. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇവിടെ ഒരു ഭേദഗതിയുടെ അത്യാവശ്യം എന്തായിരുന്നു എന്നാണ് ആദ്യം കോൺഗ്രസ് പാർട്ടി വിശദീകരിക്കേണ്ടത്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു? നമ്മളൊരു ഭേദഗതി വരുത്തുമ്പോൾ എന്താവശ്യത്തിനാണ് ഭേദഗതി വരുത്തുന്നത്?
എന്തായിരുന്നു ഇത്തരം ഒരു ഭേദഗതിയുടെ അത്യാവശ്യം? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു ബൈലോ ഭേദഗതി ആവട്ടെ, നിയമ ഭേദഗതി ആകട്ടെ, പർപ്പസ് ഓഫ് ദാറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. എന്തായിരുന്നു ഇത്തരം ഒരു ഭേദഗതിയുടെ അത്യാവശ്യം? ഇവിടെ നമ്മുടെ രാജ്യത്ത് മദ്യത്തിനും മറ്റ് മയക്കുമരുന്നിനും മറ്റെല്ലാ കാര്യത്തിനും വല്ലാത്ത പ്രചാരം വരുന്നൊരു പശ്ചാത്തലത്തിൽ, യുവതലമുറ അതിന് അടിപ്പെട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ അവരെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ല, പിന്നെ മദ്യത്തോടും മറ്റ് ലഹരി വസ്തുക്കളോടും കൂടുതൽ അകന്നു നിൽക്കണം, ഞങ്ങൾ ആ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് മദ്യത്തോടൊപ്പം മറ്റു വസ്തുക്കൾ കൂടി അതിൽ പെടുത്തിയിരിക്കുന്നു എന്ന് ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പ്രമേയത്തിന്റെ വിശദീകരണത്തിൽ ഇത് കാണാം. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. മദ്യം, അതുപോലുള്ള ഇൻടോക്സിക്കേറ്റഡ് ഡ്രഗ്സ്, അവയെല്ലാം ഒഴിവാക്കപ്പെടുക, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള ചില സംഗതികൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനർത്ഥം ലഹരിയാവാം, മാരകമായ ലഹരി പാടില്ല. അതാണ് ആ ഭരണഘടനാ ഭേദഗതിയുടെ അർത്ഥം. അത് വിശദീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് കയറാമെന്ന് വിചാരിച്ചാലോ? ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന വ്യക്തമായി പറയുന്നത് പാർട്ടി അംഗങ്ങൾ മദ്യപിക്കരുതെന്നാണ്. മദ്യപാനികളെ പാർട്ടി ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. അത് ലംഘിക്കുന്ന ആളുകളെ കണ്ടെത്തി ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നു. നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തെറ്റ് സംഭവിച്ച് മദ്യപാന ലഹരിയിലേക്ക് പോകുന്ന ആളുകളെ നടപടി എടുക്കുന്നത് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ആ നടപടി എടുക്കാൻ ഞങ്ങൾക്ക് കൂട്ടായ കരുത്ത് നൽകുന്നത്, സംഘടനാപരമായ കരുത്ത് നൽകുന്നത് ഭരണഘടനയുടെ ആ ബലമാണ്. ആ ഭരണഘടനയുടെ ബലം ചോർത്തിക്കളഞ്ഞു. ആ ചോർത്തിക്കളയുമ്പോൾ കോൺഗ്രസിന് വലിയ പാരമ്പര്യമില്ലേ? മദ്യവർജന പാരമ്പര്യമില്ലേ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. മദ്യവർജനവും ഖാദിയും കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകങ്ങളല്ലേ? അതിലൂടെയല്ലേ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസിനെ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജി അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ആ കോൺഗ്രസിനെ നിങ്ങൾ ബാർക്കോഴയ്ക്ക് വേണ്ടി പരിപാടി നടത്തുന്ന കോൺഗ്രസ് ആക്കി മാറ്റി. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? നിങ്ങൾ കെ ബാബു എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി വന്ന് ബാർ ഉടമകളെല്ലാം വിളിച്ചുകൂട്ടി, ബാർ മദ്യരാജാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അടുത്ത കൊല്ലം ഇത്ര ലക്ഷം രൂപ വെച്ച് ബാർ ഫീസ് കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫീസിന്റെ പേരിൽ അത് കൂട്ടാൻ പോകുന്ന കണക്ക് വെച്ചിട്ട് പിന്നീട് ഇത് കുറച്ചു തരാമെന്ന് പറഞ്ഞ പേരിൽ നഷ്ടം വ്യത്യാസം എത്രയെന്ന് കണക്കാക്കി അത്രയും കാശ് KPC ഓഫീസിലേക്ക് പിരിച്ചു. KPC പ്രസിഡന്റിന്റെ കസേര അടിയിൽ കൊണ്ട് ബാർ ഉടമകള് പണം കൊണ്ടുവച്ചു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. അതേ KPCC ഓഫീസിൽ പണം കൊടുത്തവർ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ഒരു വെള്ളി രൂപ ഒരു ചായ വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷം? അത് കേട്ടോണ്ടിരുന്ന കേരളത്തിലാണ് മദ്യവർദ്ധനത്തിന്റെ കുത്തക പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് കയറാൻ കുറെ പേര് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നിയമപുസ്തകം എടുത്തല്ല വ്യാഖ്യാനിക്കേണ്ടത്. എന്താണ് അതിന്റെ ഉദ്ദേശം? കോൺഗ്രസ് പാർട്ടി ചേരുന്ന സാധാരണ പ്രവർത്തകനോടുള്ള സന്ദേശം എന്താണ്? മദ്യപാനമാകാമെന്ന സന്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇവിടെ BJPക്കെതിരായ ഒരു സമരത്തിന് പോകുന്നു, യുദ്ധത്തിന് പോകുന്നു, ഒരു രാജ്യം ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് നടക്കുന്നു. ആ പോരാട്ടം നടക്കുന്ന രംഗത്ത് വളരെ അത്യാവശ്യമായിരുന്നു ഇപ്രകാരം ഒരു ഭരണഘടനാ ഭേദഗതി കോൺഗ്രസിന്റെ. അതിന്റെ അത്യാവശ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് പ്രായോഗികതയിലേക്ക് പോയപ്പോൾ സാധാരണക്കാർ കോൺഗ്രസിലേക്ക് അടുക്കാതെ വന്ന സന്ദർഭത്തിൽ സ്വഭാവദൂഷ്യമില്ലാത്തവരെ ഞങ്ങൾക്കാകാം. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? പ്രയോഗത്തിലൂടെ കോൺഗ്രസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.